അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി വഴിയായിട്ടാണ്. ഈ വഴി നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, വേറെ ഒന്നും തന്നെയില്ല. നിങ്ങളുടെ സ്വന്തം കൈയക്ഷരം വെച്ച് നിങ്ങൾക്ക് നല്ല പോലെ നേടിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇത് രജിസ്ട്രേഷൻ ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. എന്താണ് എഴുതി കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അതുകൊണ്ട് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരം വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. എഴുതി കൊടുക്കാനുള്ള പേനയും പേപ്പറും എല്ലാം അവർ എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ പറയുന്ന ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ തരും. ഓക്കെ, അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ വേറെ കാര്യങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കഴിവ് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എഴുതി കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞത്, എന്താണ് എഴുതി കൊടുക്കേണ്ടത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഒരുപാട് പേര് ഈ നമ്മുടെ ഓൺലൈൻ വഴിയായിരിക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പുറത്തുള്ള രാജ്യക്കാരാണ്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്കാണ് സ്വന്തമായിട്ട് കൈയക്ഷരം, അതായത് എഴുതാൻ പറ്റാതെ ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഫോൺ വോയിസ് വഴി കാര്യങ്ങളൊക്കെ കേട്ട് മറ്റുള്ളവർ കൊണ്ട് എഴുതിക്കുന്നുണ്ട്. ആ സെയിം പരിപാടിയാണ്. അതായത് എഴുതാൻ പറ്റാത്തവർക്ക് നിങ്ങൾ എഴുതി കൊടുക്കുക. ആ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ടു ഡയറക്റ്റ് ആയിരിക്കും എല്ലാം മെയിനായിട്ട് വരും. നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ എഴുതി കൊടുക്കാൻ നല്ലപോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അവർ പറയുന്നത് നിങ്ങളുടെ കൈയക്ഷരം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്ത് തരും. പേപ്പർ, പേന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതെല്ലാം അവർ എത്തിച്ചേരും. അതായത് എഴുത്ത് മുഖേന ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എത്തിച്ചേരും. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഇത് വേണം, ജ്യൂസ് വേണം, പപ്സ് വേണം എന്നൊന്നും പറയരുത്. എഴുത്തുമായിട്ട് മുന്നേറ്റ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചേരും. അതുപോലെ തന്നെ അവർ പറയുന്ന ടൈമിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ഥാനം തന്നെ കിട്ടും. അത് മാത്രമല്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ വർക്കിലൊക്കെ അവർ നിങ്ങളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു കമ്പനിയാണ് കേട്ടോ, കേരളത്തിലൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങളോ ഉടായ്പുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുള്ള പരിപാടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഇത്ര പേരുണ്ട് അല്ലെങ്കിൽ ഇത്ര % ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരോട് ഡയറക്റ്റായിട്ട് അറിയിക്കും. അവർ ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് തൊഴിൽ കിട്ടുന്നത് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞുതരും. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഡയറക്റ്റ് ടെലഗ്രാം വഴിയായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ബ്രോ എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ പേര് ഇങ്ങനെയാണ്, എൻ്റെ സ്ഥലം ഇങ്ങനെയാണ്. അഥവാ നിങ്ങൾക്ക് ഓക്കെ ആണെന്നല്ലെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. ബ്രോ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എഴുതി നിങ്ങൾക്ക് നല്ലപോലെ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ മെയിനായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അതുകൊണ്ട് പ്രസ് ചെയ്യുക. ഇടുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് പല രീതിയിൽ പല വേദിയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. ഒന്ന് അടഞ്ഞാൽ വേറൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് അവസരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് പേർക്ക് നല്ല രീതിയിലൂടെ നേടാൻ സാധിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാര്യം ഇതൊക്കെ എഴുതി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്ഷമയും ഒരു ഇതും നിങ്ങൾക്ക് കൂടിയേ തീരത്തുള്ളൂ. ഓക്കെ, ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മറക്കരുത്. താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.